ബഹുമാന്യരും ആരാധ്യരുമായ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മളിവിടെ കൂടി വരുന്നത്. ഒരു ക്ലാസ് എന്നുള്ള ആശയത്തിലൊന്നുമല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നു, നമ്മുടെ സംശയങ്ങൾ തീർക്കുന്നു എന്ന ആ ഒരു ലെവലിൽ തന്നെയാണ്. ഈ പക്ഷികളിൽ ഒരു രാജാവുണ്ട്, പക്ഷികളിൽ ഒരു രാജ്ഞി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് ആകാശം മുട്ടെ പറക്കുന്ന കഴുകനെയാണ്. നമ്മളൊക്കെ കഴുകനെ കണ്ടിട്ടുള്ളത് ഒരു രൗദ്രജീവി, രൗദ്ര സ്വഭാവമുള്ള ഒരു പക്ഷി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഈ കഴുകന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. കഴുകനെ നമ്മൾ കാണുന്നത് ചിറകടിച്ചുയർന്ന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്ന ആളുകളെ അലോസരപ്പെടുത്തുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ ഈ കഴുകൻ നമുക്കൊരു പല കാര്യങ്ങളിലും സിമ്പലാണ്. എന്താണ് കഴുകൻ ചെയ്യുന്നത്? ഒന്ന്, ചില സമയങ്ങളിൽ ഈ കഴുകൻ വളരെ താഴ്ന്നു പറക്കുന്ന സമയത്ത് ചില കാക്കകൾ കഴുകൻ്റെ പുറത്ത് കയറിയിരുന്ന് അതിൻ്റെ ആ തലയുടെ മുകളിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, ചില കാക്കകൾ വന്നിട്ട് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. കഴുകൻ്റെ ശക്തി നമുക്കറിയാം. പക്ഷെ കഴുകൻ അത് ആ കാക്കയെ മറിച്ചിടാനോ ആ കാക്കയുമായിട്ട് സംസാരിക്കാനോ ആ കാക്കയുമായിട്ടൊന്ന് സംസാരിച്ച് പ്രശ്നം ഒഴിവാക്കാനോ ഒന്നും കഴുകൻ ചെയ്യില്ല. കഴുകൻ ചെയ്യുന്നത് അതിൻ്റെ ചിറകുകൾ അടിച്ച് അങ്ങ് ഉയർന്നു പറക്കും. ഒരു 150 അടി ഉയരത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാക്കയ്ക്ക് ശ്വാസം കിട്ടില്ല, കാക്ക തലയേറ്റ് താഴെ വീഴും. കഴുകൻ വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കും. രണ്ടാമത്തെ കഴുകൻ്റെ രണ്ടാമത്തെ ഗുണം, കഴുകൻ മറ്റെല്ലാ പക്ഷികളും മഴ പെയ്യുന്ന സമയത്ത് കൂടന്വേഷിച്ച് നടക്കുകയും കൂട്ടിൽ കയറുകയും വല്ല മരത്തണലിൽ ഇരിക്കുകയോ മരത്തിൻ്റെ ചുവട്ടിൽ കൂടുകൾ ഒരുക്കി ഇരിക്കുകയും ചെയ്യുമ്പോൾ കഴുകൻ ചെയ്യുന്നത് ആ മഴ പെയ്യുന്ന മേഘങ്ങൾക്ക് മീതെ പറന്ന് അവിടെ അദ്ദേഹം സേഫായിരിക്കാനാണ് നോക്കുന്നത്. 3, കഴുകൻ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ്. കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന കഴുകൻ വലിയ ഉയരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് കുഞ്ഞിനെ അങ്ങ് താഴത്തേക്കിടും. നമ്മളൊക്കെ വിചാരിക്കും ഈ കുഞ്ഞ് പോയിട്ട് താഴ്ത്തു വീഴുന്നു. ഇല്ല, കുഞ്ഞ് എത്രമാത്രം സ്പീഡിൽ പോകുന്നു അതിനേക്കാൾ സ്പീഡിൽ കഴുകൻ താഴ്ന്നു പറന്ന് തൻ്റെ വിരിച്ച ചിറകിൻ്റെ മുകളിൽ ഈ കഴുകൻ കുഞ്ഞുങ്ങളെ അങ്ങ് പരിപാലിച്ച് അങ്ങനെ പറക്കാൻ പഠിപ്പിക്കും. ഇത് മൂന്നും ഈ കഴുകനിൽ കാണുന്ന സവിശേഷതകളാണ്. ഞാനിതോടെ പറയാൻ കാരണം, നമുക്കും നമ്മുടെ തലയ്ക്ക് മീതെ ഇരുന്ന് മേടുന്ന കാക്കകൾ സാധാരണയാണ്. നമുക്ക് മുകളിൽ നമ്മുടെ കാലത്തേക്കാൾ വലുതായിട്ട് തോന്നുന്ന പല കാലാവസ്ഥകളും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കഴുകനെ പോലെ ഉയർന്നു പറക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. കാക്ക ഞേടുന്നത് ഇങ്ങനെ കൊട്ടുന്നത് കണ്ടിട്ട് ഭയന്നോടുകയോ അല്ലെങ്കിൽ കാക്കയോട് പ്രതികാരം ചെയ്യുന്ന കഴുകനെയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് കഴുകൻ തൻ്റെ സ്വതസിദ്ധമായ തൻ്റെ ഉയരത്തിലേക്ക് നോക്കി പറക്കുന്ന കഴുകൻ. കൂടാതെ കഴുകന് മറ്റൊരു പ്രത്യേകത കൊണ്ട് എത്ര ഉയരത്തിൽ പറന്നാലും താഴെയുള്ള തൻ്റെ ഇരയെ കാണുന്നതിനുള്ള കഴിവ് കൂടെ കഴുകനുണ്ട്. ഈ 4 ക്വാളിറ്റീസ് കഴുകനുള്ളതാണ്. ഈ 4 ക്വാളിറ്റീസും കഴുകൻ്റെ അത്ര ഇല്ലെങ്കിലും മനുഷ്യനും അത് കണ്ടു പഠിക്കേണ്ടതാണെന്നാണ് മഹാത്മാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനും അത് ഈ അവസരത്തിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്കും കഴുകനെ പോലെ ഉയർന്നു പറക്കാൻ കഴിയണം. അതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒളിമ്പ്യൻ ആന്റണി ആദം അല്ലെ, ആ ചിത്രത്തിൽ മോഹൻലാൽ പറയുന്നുണ്ട്, നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. ആകാശത്തിൽ കഴുകൻ്റെ വഴിയും പാറമേൽ സർപ്പത്തിൻ്റെ വഴിയും പഠിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെയും കുറേ കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്, പ്രോവർബ്സിൽ. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ മുകളിൽ അതൊരു പരുന്തായിട്ട് സങ്കല്പിക്കാമെങ്കിൽ ആ പരുന്തിനെ നേടുന്ന ഒരുപാട് പ്രതിസന്ധികൾ അവിടെയുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമ്മുടെ സർവ്വശക്തിയും എടുത്ത് നമ്മൾ ഉയരത്തിൽ പറന്നാൽ
ഒരു പരിധി വരെ അവർക്ക് നമ്മളിലെ ഇതിനെ നമ്മളെ കൊത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുവാൻ നമ്മൾ മനസ്സാ തയ്യാറാകണമേ എന്ന് ആദ്യമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ് ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും വലിയ ഒരു പ്രോബ്ലം അല്ല ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞ കാര്യത്തിന്റെ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇത് പല ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു പ്രോബ്ലം. പക്ഷേ പലരും അത് അവഗണിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. പലരും അയക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നത്തെയും കൂടെ നാളത്തേക്ക് അയക്കാനുള്ള ഒരു പെർമിഷൻ തരികയാണ്. നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് ഞാൻ പറയുന്നത് എന്താ പറയാ മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾ എന്നിൽ സബ്മിറ്റ് ചെയ്യാനല്ല, മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. എങ്കിലും കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഇന്നലെ 380-400 ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ അതിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ അസൈൻമെന്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുള്ളൂ. ഞാനതിന്റെ തെറ്റും ശരിയും ഒന്നും പറയാനല്ല, മറിച്ച് ആദ്യം നമ്മൾ പരിശീലിക്കേണ്ടത് നമ്മൾ ആ അസൈൻമെന്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എത്ര പേര് ചെയ്തു എന്ന് ഇന്ന് എനിക്ക് മെയിൽ ഐ ഡിയുടെ മുഴുവൻ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. എങ്കിലും കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ്. ഞാൻ ആ പ്രോബ്ലം ഒന്ന് വായിക്കാം. പ്രോബ്ലം അല്ല, ആ ഒരു ഷോപ്പ് നടത്തി വരുന്നതിന്റെ ആ കാര്യങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പറയാം. നിങ്ങൾ അതൊന്ന് എഴുതാൻ ശ്രമിച്ചാൽ മതി ഇന്ന് വൈകുന്നേരം മുതൽ. ഓക്കെ, ചിലർ പറയുന്നുണ്ട് അവഗണിച്ചതല്ല, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബുദ്ധിമുട്ടായത് അപ്പൊ രാത്രി ചെയ്തുതരാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. നമ്മളെ ഒരു ക്ലാസ്സിലേക്ക് റൺ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റ് ആവാണ്ട് ഞാൻ പറയാറില്ലേ, ഇപ്പൊ നിങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കുന്നത്, നിങ്ങളുടെ വീഡിയോ എല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്കത് താല്പര്യം, വീഡിയോ അല്ല ഓഡിയോ ഇവിടെ അഡ്മിൻ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കുന്നത്. എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് അങ്ങനെ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ അൺമ്യൂട്ട് ചെയ്തിരിക്കണം. പക്ഷെ പ്രശ്നം എല്ലാവരും ആ സ്വാതന്ത്ര്യം വളരെ ചിലരെങ്കിലും അത് വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബാക്കിൽ സൗണ്ട് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി തരും. നിങ്ങൾ തന്നെ നിങ്ങളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ആവശ്യം വരുമ്പോൾ ഓണാക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ അഡ്മിന് വളരെ സുഖകരമായിട്ട് ഇരിക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾ കൈപ്പൊക്കുന്ന നേരത്ത് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് വേണം ഇത് അൺമ്യൂട്ട് ചെയ്ത് തരാൻ. അപ്പോഴേക്കും നിങ്ങളുടെ റേഞ്ച് പ്രോബ്ലം വരും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ മുതൽ ഞങ്ങളൊരു സാമ്പിൾ എന്ന പോലെ ഒരു കുറച്ച് നേരം ഓണാക്കി വെച്ച് നോക്കും. അത് നിങ്ങൾ എല്ലാവരും അല്ല, കുറച്ച് പേര് മാത്രമേ ശ്രദ്ധിക്കാത്ത, ആരും മനഃപൂർവ്വം അല്ല. ചിലപ്പോൾ വീടുകളിലത്തെ സ്ഥിതി അതായിരിക്കാം. നിങ്ങൾ പരസ്പരം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് അഡ്മിൻ കൺട്രോൾ ഒഴിവാക്കി നമുക്ക് സ്വയമായിട്ട് കൺട്രോൾ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലാസ് നമുക്ക് ആസ്വാദികരമായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ് അല്ല, നമ്മൾ തമ്മിലുള്ള സംസാരം. എനിക്ക് സംസാരിക്കുന്നതിനാണ് ഇഷ്ടം. എങ്കിലും ഞാൻ ഇന്നലെ ഇട്ട ആ ഒരു അസൈൻമെന്റ് ഞാനൊന്ന് പറയാം. നിങ്ങൾ എത്ര പേര് അവരവർ എഴുതിയത് ശരിയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. Mr. Thomas Kottayam started a business of grocery named as Thomas and Company with a capital of ₹5 lakh. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തോമസ് ആൻഡ് കമ്പനി, തോമസ് എന്ന് പറയുന്ന സാറ് 5 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് 1/4/2020 സ്റ്റാർട്ട് ചെയ്തു. എൻട്രി എന്തായിരിക്കും? എന്താ നമ്മൾ എഴുതുന്നത്? ടു ക്യാപിറ്റൽ 5 ലക്ഷം എന്ന് എഴുതും വരവ് കോളത്തിൽ. ഓക്കെ, ദെൻ അടുത്തത് എഴുതുന്നു ആൻഡ് ഹി ബോട്ട് ഫർണിച്ചർ ഫോർ ₹50,000. അറിയാലോ, ബൈ ഫർണിച്ചർ 50,000 ചെലവ് കോളത്തിൽ എഴുതും. Then he started a bank account in State Bank of India with ₹5,000. എന്താ, ബാങ്കിലേക്ക് 5,000 രൂപ ഇട്ടു. അത്ര നമ്മൾ കണക്കാക്കിയത് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു എന്നർത്ഥം. ബൈ ബാങ്ക്, ഉത്തരം നിങ്ങൾ തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് തന്നെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ഉത്തരം വരുന്നുണ്ട്. ഓക്കെ, ബൈ ബാങ്ക് 5,000. He purchased goods for ₹2,50,000
and paid transporting charge rupees 1,500 and rupees 275 for unloading charge and 170 for traveling. ഇതൊക്കെ by purchase 2,50,000, by transporting 1,500, by unloading charge 275, by traveling 170. അടുത്തത് he sold to goods rupees 1,15,000 on 5th April 2020. അപ്പൊ നമ്മൾ 1-ാം തീയതി എന്ന് പറയുന്ന സംഭവം ഏത് വരെയുള്ളൂ? ട്രാവലിംഗ് എക്സ്പെൻസ് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിടണം. എനിക്ക് ചില വർക്ക്ഷീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡെയിലി ബാലൻസ് ചെയ്തിട്ടില്ല. നമുക്ക് ഡെയിലി ബാലൻസ് ചെയ്യണം. ഒരു 1-ാമത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ 5-ാമത്തെ ദിവസം പറയണമെങ്കിൽ 1-ാമത്തെ ദിവസം അത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിടണം. പിന്നെ 5-ാമത്തെ ദിവസം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ സോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ടു സെയിൽസ് 1,15,000 5-ാം തീയതി 5/4/2020. അപ്പൊ 1-ാം തീയതി എന്ന് പറയുന്നത് ട്രാവലിംഗ് വരെയുള്ളൂ. അതുവരെ ടോട്ടൽ ചെയ്ത് വരവ് കോളം ടോട്ടൽ ചെയ്യുന്നു, ചെലവ് കോളം ടോട്ടൽ ചെയ്യുന്നു. വരവ് കോളത്തിന്റെ ടോട്ടലിൽ നിന്ന് ചെലവ് കോളത്തിന്റെ ടോട്ടൽ മൈനസ് ചെയ്ത് വരവ് കോളത്തിന്റെ അടിയിലിടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? കൂടിയ ഫിഗറിൽ നിന്ന് കുറഞ്ഞ ഫിഗർ കുറച്ച് കൂടിയ ഫിഗറിന്റെ അടിയിൽ ബാലൻസ് എഴുതുന്നു. ഓക്കെ, 1,93,055 രൂപ ബാലൻസ് എന്ന് പറയുന്നുണ്ട്. 1,93,055 rupees. GST ഇല്ല. ഞാൻ പ്രോബ്ലം പറയുമ്പോൾ GST ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഓക്കെ, April 6th. അപ്പൊ 5th-നും നമ്മൾ സെപ്പറേറ്റ് ബാലൻസ് ചെയ്ത് ഇടണം. അതിനോട് കൂടെ നേരത്തെ പറഞ്ഞ ബാലൻസിനോട് കൂടെ എത്ര കൂടും? 1,15,000 കൂടും. എന്നിട്ടാണ് ബാലൻസ് എത്രയാണെങ്കിൽ വരിക. ഓക്കെ, then 6th April purchased goods rupees 50,000 from Messrs XYZ Limited, Cochin, and paid cash rupees 15,000 to them. എന്താ പറഞ്ഞേ? 50,000 രൂപയുടെ ഗുഡ്സ് XYZ കൊച്ചിൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് തോമസ് ആൻഡ് കമ്പനി വാങ്ങിച്ചു. അതില് 15,000 രൂപ കൊടുത്തു. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ബൈ പർച്ചേസസ് എന്ന് എഴുതിയിട്ട് എന്തെഴുതണം? 50,000 രൂപ എന്ന് എഴുതണം. എത്ര രൂപ കൊടുത്തത്? 15,000 രൂപയാണ്. ബാക്കി എന്തായിരിക്കും? അപ്പോ 30,000 എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അത് ആരുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് ആയിരിക്കുക? ടു XYZ ലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ 35,000 എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. 15,000 എന്ന് എഴുതാൻ പോകണ്ട. ബൈ പർച്ചേസ് 50,000 ടു മെഷേഴ്സ് XYZ ലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് 35,000 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ എമൗണ്ട് കറക്റ്റ് ആയി. 50,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 35,000 രൂപ. യെസ്, അവർ എഴുതിയിട്ടുണ്ട്. സജിത എഴുതിയിട്ടുണ്ട്. ടു XYZ ലിമിറ്റഡ് 35,000. ഓക്കെ, അത് കഴിഞ്ഞ് ഓൺ ദ സെയിം ഡേ he told goods totally rupees 75,000 including 25,000 to Mr. Mohan for 30 days credit. ആകെ സെയിൽ എന്ന് പറയുന്നത് 75,000 രൂപയാണ്. അതിൽ 25,000 രൂപ മോഹന് 30 ദിവസത്തേക്ക് ക്രെഡിറ്റ് കൊടുത്തു. അപ്പൊ സെയിൽസ് എന്നുള്ളിടത്ത് എന്താ എഴുതേണ്ടത്? ടു സെയിൽസ് എന്നുള്ളിടത്ത് 75,000 എഴുതണം. ദെൻ ബൈ മോഹൻ എന്നുള്ളത് എന്ത് എഴുതണം? 25,000 എന്ന് എഴുതണം. മനസ്സിലായല്ലോ? ടു സെയിൽസ് എന്ന് എഴുതിയിട്ട് 75,000 വരവ് കോളത്തിൽ എഴുതണം. ബൈ മോഹൻ എന്ന് എഴുതിയിട്ട് 25,000 എന്ന് എഴുതണം. ഓക്കെ, അഗൈൻ ഹി ഡെപ്പോസിറ്റ് rupees 1,000 ടു SBI. ആരാ? തോമസ് സാറ് 1000 രൂപ SBI-യിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എന്താ എൻട്രി? ബൈ ബാങ്ക്. ബൈ SBI 1,000. ഞാൻ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ, അതിന് പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ പോലെ നല്ലത്. ഏതായാലും ഒരു മാസത്തെ മൊത്തം നോക്കാം. ഓക്കെ, ദെൻ 7th April 2020 he withdrew rupees 750 from SBI. SBI-യിൽ നിന്ന് 750 രൂപ വിഡ്രോ ചെയ്തു. എന്താ ഉദ്ദേശിക്കുന്നത്? ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് നമുക്ക് ക്യാഷ് വന്നു. ടു ബാങ്ക്.
750 രൂപ. ഹി പെയ്ഡ് 15,000 ടു XYZ ലിമിറ്റഡ്. XYZ ലിമിറ്റഡിനെ 15,000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ബൈ XYZ ലിമിറ്റഡ് 15,000. ഹി റിസീവ്ഡ് ആൻ എമൗണ്ട് ₹10,000 ഫ്രം മിസ്റ്റർ മോഹൻ. ആരെ മോഹൻ എന്ന് നമ്മൾ നോക്കണ്ട, എന്താണ്ടായി, മോഹന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടി. അങ്ങനെ വരുമ്പോ ടു മിസ്റ്റർ മോഹൻ 10,000. ഹി സെൻഡ് എ പേപ്പർ ടു മിസ്റ്റർ മോഹൻ ആൻഡ് സ്പെൻഡ് ഫോർ എ കൊറിയർ ₹20. എന്തോ ഒരു പേപ്പർ തോമസ് സാറ് മോഹന് അയച്ചു. ആ അയച്ചതിന്റെ കൊറിയർ ചാർജ് ആയിട്ട് 20 രൂപ. ബൈ കൊറിയർ ചാർജ് ₹20. എനിക്ക് പറയേണ്ട കാര്യമില്ല, കാരണം പലരും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങളും കാണുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇവിടെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും നിങ്ങൾ ആക്റ്റീവ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സംസാരിക്കാൻ കൂടെ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി. ഞാൻ ഫിസ്റ്റിയുടെ ആളുകളുമായിട്ട് നാളെ ഒന്ന് സംസാരിച്ച് നമുക്ക് അഡ്മിൻ പാനൽ ഒന്ന് കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ദെൻ 8 April 2020, goods worth ₹5,000 returned from Mr. Mohan due to damage. ഇത് ഇന്നലെ പഠിക്കാത്തൊരു സാധനമാണ്. അതായത് നമ്മൾ പഠിച്ചില്ലോ നോക്കൊന്നും വേണ്ട. എന്തുണ്ടായേ, മോഹന്റെ കയ്യിൽ നിന്ന് 5,000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു വന്നു. അതിനർത്ഥം എന്താ, മോഹന്റെ കയ്യിൽ നിന്ന് 5,000 രൂപ കിട്ടിയതിന് തുല്യമാണ്. അപ്പൊ ടു മോഹൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 5,000 രൂപ എന്ന് എഴുതുക. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ സെയിൽസ് റിട്ടേൺ. ഓക്കെ. ആൻഡ് ഹി ക്ലോസ്ഡ് ഹിസ് അക്കൗണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? ഇനി മോഹന്റെ അക്കൗണ്ട് ഇല്ല. ക്ലോസ് ഹിസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മോഹൻ ആദ്യം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ, മോഹൻ 25,000 രൂപയുടെ സാധനം വാങ്ങിച്ചു നമ്മുടെ. അതിലെ 10,000 രൂപ ആദ്യം, കൂടാതെ 5,000 രൂപയുടെ തന്നു. ബാക്കി എന്ത് ചെയ്യണം, 25,000ത്തിലേക്ക് 10,000 രൂപയുടെ മോഹൻ നമുക്ക് തരാം. അത് ആര് തന്നു, മോഹൻ തന്നു. അപ്പൊ നമ്മൾ എന്താ എഴുതുക, മോഹൻ 10,000. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഓക്കെ. Then on 10th April 2020, goods worth ₹8,500 returned to Messrs. XYZ Limited. ഇതുപോലെ തോമസ് സാറും ചെയ്തു. തോമസ് സാറിന് കിട്ടിയ ആ ഒരു ഗുഡ്സ് അത്ര കറക്റ്റ് ആയിരുന്നുണ്ടാവില്ല XYZ ലിമിറ്റഡ് എന്ന്. അപ്പോ അദ്ദേഹം 8,500 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. മീൻസ് പർച്ചേസ് റിട്ടേൺ. നേരത്തെ നമ്മൾ എഴുതിയത് സെയിൽസ് റിട്ടേൺ, ഇപ്പൊ എഴുതാൻ പോകുന്നത് പർച്ചേസ് റിട്ടേൺ. അതെങ്ങനെയാ ചെയ്യുക, 8,500 രൂപയുടെ ഗുഡ്സ് തോമസ് സാറ് XYZ ലിമിറ്റഡിന് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, 8,500 രൂപ തിരിച്ചു കൊടുത്ത പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ എഴുതണം, ബൈ XYZ ലിമിറ്റഡ് 8,500. ആ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക പർച്ചേസ് റിട്ടേൺ. ഓക്കെ, അതിന് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെക്കാൻ പറയുന്നത്. ബൈ പർച്ചേസ് റിട്ടേൺ എന്ന് എഴുതി വെച്ചാൽ തെറ്റാണ്, അത് എഴുതല്ലേ. ബൈ XYZ ലിമിറ്റഡ് ബ്രാക്കറ്റിലെ എന്തെഴുതണം, പർച്ചേസ് റിട്ടേൺ എന്ന് എഴുതിയിട്ട് 8,500 എന്ന് എഴുതണം. ആൻഡ് പർച്ചേസ് ഗുഡ്സ് ഫ്രം 12,500. 12,500 രൂപയ്ക്ക് ഗുഡ്സ് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആര്, തോമസ് സാറ്. അപ്പൊ എന്താ അവിടെ വരുന്നത്, ബൈ പർച്ചേസ് എന്താ 12,500. നമുക്കൊരു എൻട്രി കൊടുക്കാം. എന്ത് കൊടുക്കണം, ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, ടു XYZ ലിമിറ്റഡ് 12,500. അവിടെ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ XYZ ലിമിറ്റഡ് എന്ന പേര് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ ടു XYZ ലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് 12,500 എന്ന് എഴുതണം. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ആൻഡ് സെറ്റിൽഡ് ദയർ അക്കൗണ്ട്. അപ്പോ ഈ XYZുമായിട്ടുള്ള നമ്മുടെ അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് സെറ്റിൽ ചെയ്യണം. ആലോചിച്ചോളൂ, XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചിരുന്നത്, 50,000 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചിരുന്നത്. അതിൽ 15,000 ആദ്യം കൊടുത്തു. അപ്പം ബാക്കി 35,000 നമ്മൾ ക്രെഡിറ്റ് എടുത്തിരുന്നത്. ആ 35,000-ത്തിലെ 10,000 രൂപ മോഹൻ തന്നു എന്ന് 7th ഏപ്രിലിന് തന്നു. അപ്പൊ ബാക്കി 25,000 തരാനുണ്ട്. സോറി, 30,000 XYZ ലിമിറ്റഡിന് കൊടുക്കാനുണ്ട്. അതിലെ 8,500 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. അപ്പൊ 30,000 മൈനസ് 8,500 എത്രയാ,
35,000 മൈനസ് 8,500. ഞാൻ പറയേണ്ടി വരുമോ? 26,500. ഓക്കെ, അപ്പൊ 26,500. അതുകൂടാതെ അവിടുന്ന് എത്ര രൂപയുടെ ചരക്ക് മേടിച്ചു? 12,500. അപ്പൊ 26,500 പ്ലസ് 12,500 എത്ര വരും? 35,000 വരും ഇല്ലേ? 38,500. ഞാനത് എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു കേട്ടോ. അപ്പൊ 38,500 ആണ് ടോട്ടൽ XYZ ലിമിറ്റഡിന് കൊടുക്കാനുള്ളത്. ഓക്കെ, അത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ബൈ XYZ ലിമിറ്റഡ് 38,500. അപ്പോൾ ആ അക്കൗണ്ട് സെറ്റിലായി. അപ്പൊ നമ്മൾ 2 അക്കൗണ്ട് സെറ്റിൽ ചെയ്തു. ഒന്ന് മോഹന്റെ അക്കൗണ്ട്, സെയിൽ ചെയ്തത് ക്രെഡിറ്റ് വന്നിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്ത് എഴുതി. ദെൻ പർച്ചേസ് ചെയ്ത് വന്ന ആളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് എഴുതി. Due to COVID-19, the business closed temporarily and reopened on 30th April 2020. നമുക്ക് ആസ് യൂഷ്വൽ അറിയാലോ, 2020 ഏപ്രിൽ തുടങ്ങിയ ഒരു കടയാണെച്ചെങ്കിൽ അടച്ചിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 30-ാം തീയതി റീഓപ്പൺ ചെയ്തു അടച്ചിട്ടിട്ട്. കാരണം നമ്മൾ 10-ാം തീയതി വരെ നടന്നിട്ടുള്ളൂ, അതിനുശേഷം അടച്ചിട്ടു. He ascertained his physical stock value ₹1,30,000. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30/4/2020 അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. അത് നമ്മുടെ ഡേ ബുക്കിൽ യാതൊരു കാരണവശാലും എൻട്രി വരേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അത് ഡേ ബുക്കിൽ എൻട്രി ഇടേണ്ട കാര്യമില്ല. പെയ്ഡ് സാലറി 5,000, റെന്റ് ₹2,000 റെസ്പെക്റ്റീവ്ലി. അറിയാലോ, ബൈ സാലറി 5,000, ബൈ റെന്റ് 2,000. ഇതാണ് ഇന്നലെ തന്ന ട്രാൻസാക്ഷൻസ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലൊന്ന് പറയാമോ? മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് പറയാം. ഒന്നുകൂടെ, ഏതാ പറയേണ്ടത്? 8 and 10. ഓക്കെ. On 8th April 2020, goods worth ₹5,000 returned from Mr. Mohan due to damage. അതായത് അത് സെയിൽസ് റിട്ടേൺ ആണ്. മോഹൻ നമ്മളുടെ ക്ലയന്റ് ആണ്, അതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ ആണ്. അതുകൊണ്ട് അദ്ദേഹം 5,000 രൂപയുടെ സാധനം തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ കൊടുത്ത സാധനം നമുക്ക് തിരിച്ചു കിട്ടി. നമ്മൾ സെയിൽസ് ചെയ്ത സാധനം റിട്ടേൺ വന്നു. അപ്പൊ അതെന്താണ്? സെയിൽസ് റിട്ടേൺ. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. മനസ്സിലായോ? ഞാൻ ബോർഡിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ. നോർമലി ഞാൻ ബോർഡ് യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാ. ബോർഡ് എന്തിനാ യൂസ് ചെയ്യണേ? ഓരോ എൻട്രി പറയേണ്ട കാര്യമുണ്ടോ? വളരെ സിമ്പിൾ. ഇന്നലെ പറഞ്ഞതിന് വ്യത്യാസമുള്ള ആകെ 2 എൻട്രീസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ബാങ്കിന്റെ ഒരു എൻട്രി, ഈ റിട്ടേൺ വരുന്ന ഒരു എൻട്രി. അതൊഴിച്ച് ബാക്കി എല്ലാം ഇന്നലെ പറഞ്ഞ എൻട്രീസ് ആണ്. ഞാനത് എൻട്രി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിട്ടേൺ മാത്രം. ഓക്കെ, ഞാൻ ഈ പേപ്പർ അങ്ങ് എടുത്തു വെക്കുകയാണ്. നമുക്ക് റിട്ടേണുകളെ കുറിച്ച് മാത്രം ഒന്ന് പറയാം. എന്താ? ഓക്കെ, അപ്പൊ നമ്മുടെ പുസ്തകം ഇതാണ്. The particulars, the date. ഞാൻ റിട്ടേണുകളുടെ കോളം മാത്രം പറഞ്ഞാൽ പോരെ? റിട്ടേണുകളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? ഓക്കെ, നമ്മൾ ഒരു സാധനം, ഞാനിപ്പോ ഈ ഉദാഹരണം വിടുകയാണ്. നമ്മൾ സെയിൽസ് ചെയ്തു, ടു സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാ? 50,000 രൂപ എന്ന് കരുതുക. അതിലെ മോഹൻ എന്ന കഥാപാത്രത്തിന്, ഞാൻ ഇതിലത്തെ ഈ ഫിഗറുകളെല്ലാം പറയണത്, മോഹൻ എന്ന കഥാപാത്രത്തിന് ഒരു 20,000 രൂപ കടം കൊടുത്തു.
അപ്പൊ നമ്മൾ ബൈ മോഹൻ എന്ന് എഴുതിയിട്ട് 20,000 രൂപ എന്ന് എഴുതി. ഓക്കെ, അതിലെ മോഹൻ അതിൽ 5,000 രൂപ ഗുഡ്സ് തിരിച്ചു തന്നു. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ടു മോഹൻ ബ്രാക്കറ്റിലെ സെയിൽസ് റിട്ടേൺ എത്രയാ? 5,000 രൂപ. അതുകൂടാതെ മോഹൻ ഒരു 10,000 രൂപ ക്യാഷ് ആയിട്ട് തന്നു. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ടു മോഹൻ 10,000 രൂപ. ഓക്കെ, അപ്പൊ സെയിൽസ് റിട്ടേൺ. ഇതിൽ എന്താ സംശയം? ഈ ഗുഡ്സ് തിരിച്ചു കൊണ്ടുവന്നാലും ക്യാഷ് കൊണ്ടുവന്നാലും നമ്മുടെ ബുക്കിൽ എൻട്രി ചെയ്യുന്നത് ക്യാഷിലാണല്ലോ. അപ്പോ പിന്നെന്താ പ്രശ്നമുള്ളത്? മോഹന്റെ പേരിൽ 5,000 രൂപ വരവ് വെച്ചു. അത് ഗുഡ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ എന്തെഴുതിയത്? ബ്രാക്കറ്റിലെ സെയിൽസ് റിട്ടേൺ ആണെന്ന് എഴുതിയത്. മറ്റടുത്ത് ടു മോഹൻ എന്ന് എഴുതിയിട്ട് ക്യാഷ് എഴുതേണ്ട കാര്യമില്ല. അവിടെ വേറെ ഒന്നും എഴുതാത്തത് കൊണ്ട് അത് ക്യാഷ് ആയിട്ട് വന്നു എന്ന് നമുക്ക് അസംഷൻ നടത്താം. അതുകൊണ്ട് മോഹന്റെ അക്കൗണ്ടിൽ 10,000 രൂപ വന്നതായിട്ട് കാണിച്ചു. ഇനി മോഹന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, അതാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയോ നിങ്ങള്, മോഹന്റെ അക്കൗണ്ടില് നമ്മൾ എത്ര രൂപയാണ് അദ്ദേഹത്തിന് കടം കൊടുത്തിരുന്നത്? 20,000 രൂപയാണ്. അതിലെ 5ഉം 10ഉം തന്നു, 15. അപ്പൊ 20,000ന്റെ -15 കഴിച്ചാൽ 5,000 രൂപയാണ് മോഹൻ തരാനുള്ളൂ. അത് അന്നത്തെ ദിവസം തന്നു എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്തെഴുതി? ടു മോഹൻ. ഇത് ഡിഫറെന്റ് ഡേറ്റുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെഡ്ജർ സമ്പ്രദായം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ എന്തൊക്കെയാണ് ബാലൻസുകൾ എന്ന് നോക്കാൻ വേണ്ടിയാണ് ലെഡ്ജർ ഉപയോഗിക്കുന്നത്. ലെഡ്ജർ എന്ന് വെച്ചാൽ പേരേഡ് എന്നാണ് മലയാളത്തിൽ പറയാ. പേർ എഴുതിയിട്ടുള്ള ഒരു ഏട്. പഴയ കാലത്ത് പേജിനെ പറയുന്ന പേര് ഏട് എന്നാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പൊ പേർ എഴുതുന്ന ഏട്, അതാണ് പേരേഡ്. അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ആണ് ലെഡ്ജർ. ഓക്കെ, അപ്പൊ ഈ ലെഡ്ജർ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ മിഷൻ ഇതൊക്കെ ലെഡ്ജർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതുന്നത് പഠിച്ചാലല്ലേ ലെഡ്ജർ എഴുതാൻ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതുന്ന സംശയം ഉണ്ടോ? ഇനി ഇപ്പൊ സെയിൽസ് റിട്ടേണിനെ കുറിച്ച്, മോഹന്റെ സെയിൽസ് റിട്ടേണിനും മോഹന്റെ വരവുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നിട്ട് ഞാൻ പർച്ചേസ് റിട്ടേൺ പറയാം. നോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എഴുതുന്നത് പർച്ചേസിനെ കുറിച്ചാണ്. പറയുന്ന പർച്ചേസിന്റെ ഫിഗറുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, എങ്കിലും എഴുതുകയാണ് ബൈ പർച്ചേസ്. ഇപ്പൊ കാണാനുണ്ടല്ലോ, പേനയൊന്ന് മാറ്റി. എന്റെ സുഹൃത്ത് പേന മാറ്റാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പേന മാറ്റി. അപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ബൈ പർച്ചേസ്. അപ്പൊ പർച്ചേസ് നമ്മൾ XYZ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു. ഒരു 75,000 രൂപയുടെ ചരക്ക് വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ ചെലവ് കോളത്തിലാണ് കേട്ടോ ഇത് എഴുതിയത്. അതിലെ 50,000 രൂപ കടമാണ് വാങ്ങിച്ചത്. ആരുടെ കയ്യിൽ നിന്ന്? XYZ ലിമിറ്റഡ്. എത്ര രൂപ കടമായിട്ട്? 50,000 രൂപ കടമായിട്ട്. എത്ര രൂപയുടെ ചരക്ക മൊത്തം വാങ്ങിച്ച? 75,000 രൂപയുടെ ചരക്ക്. ക്ലിയർ ആണല്ലോ? 50,000 രൂപ കടമായിട്ട് എഴുതി. നമ്മള് 2 ദിവസം കഴിഞ്ഞപ്പോ XYZ ലിമിറ്റഡിനെ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ നമ്മൾ എഴുതി ബൈ XYZ ഒരു 15,000 രൂപ കൊടുത്തു. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മളെ കുഴപ്പിക്കുന്ന പ്രശ്നം, XYZ നമ്മൾ കുറച്ച് പർച്ചേസ് റിട്ടേൺ ആയിട്ട് നമ്മൾ ഡാമേജ് ചെയ്ത സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. എന്താ സംഭവം? 8,500 രൂപയുടെ സാധനം പർച്ചേസ് റിട്ടേൺ ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനർത്ഥം 8,500 രൂപയാണ് അതിന്റെ ക്യാഷ് പ്രൈസ്. അപ്പൊ നമ്മൾ എന്താ എഴുതണം? ബൈ XYZ. നമ്മൾ XYZ കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ബൈ XYZ എന്ന് എഴുതിയിട്ട് നമ്മൾ 8,500 എന്നിവിടെ എഴുതി. അന്നത്തെ ദിവസം XYZ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു വീണ്ടും. അപ്പൊ നമ്മളിവിടെ എന്താ എൻട്രി എഴുതണം? ആദ്യത്തെ എൻട്രി എന്തായിരിക്കണം? ബൈ പർച്ചേസ് 12,500. അത് ക്യാഷ് കൊടുത്തു എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ എന്തെഴുതി? ടു XYZ ലിമിറ്റഡ്. എത്ര? 12,500.
ഓക്കെ ആയോ നിങ്ങളെല്ലാവരും? അപ്പോ ഇവിടെ ഈ 8500 നേരെ ഇവിടെ കൊടുക്കണം. എന്തെന്ന്? ഈ 8500 XYZ ആയിട്ട് നമ്മൾ എന്ത് എഴുതണം? പർച്ചേസ് റിട്ടേൺ എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതും കൂടെ എഴുതി വെക്കുക. ഇനി സെറ്റിൽ ചെയ്യണ എന്താ വിഷമം? നമ്മൾ 15 8 23 12 35 36,000 റുപ്യ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ കോളൊന്നും കൂട്ടിയേ 15, ഞാൻ അത് മാത്രം കൂട്ടുന്നുട്ടാ. 5 10 ബാക്കി 1 3 11 16 36,000 റുപ്യ. ഓക്കെ, എത്രയാ അദ്ദേഹത്തിന്റെ നിന്ന് കടം വാങ്ങിച്ചത്? 62,500 രൂപ അല്ലേ? അപ്പൊ ഇത് 62,500 രൂപ മൈനസ് 36,000 എത്രയായി? 26,500 കൊടുക്കണം ആൾക്ക്. അപ്പൊ അത് എന്ത് ചെയ്തു? നമ്മൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നമ്മൾ എഴുതുന്നു ടു ബൈ XYZ ലിമിറ്റഡ് എത്ര എമൗണ്ട് പറഞ്ഞിരുന്നു നേരത്തെ? എത്രയാണെങ്കിലും അതിന് ബാലൻസ് എത്രയാണെന്ന് നോക്കുക. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. എത്രയാണ്? അതാണ് 26,500. ഓക്കെ, അപ്പൊ 26,500. അപ്പൊ ഈ XYZ അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പൊ പർച്ചേസും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, പർച്ചേസ് ചെയ്തൊരു സാധനം പർച്ചേസ് റിട്ടേൺ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള സപ്ലയർ നമുക്ക് തരുന്ന ഒരു കുറിപ്പുണ്ട്. ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്നാ പറയുന്നത് രജീഷ്. എന്താ സംഭവം? GST ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. GST സംസാരിക്കാൻ വരുന്നുണ്ട്. അത് നമുക്ക് ആ പ്രോബ്ലത്തിൽ പറയാം. ഇപ്പൊ GST ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. തെറ്റിപ്പോയിന്ന് അവർ പറയുന്നുണ്ട്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നും കൂടെ ഇത് ഒന്ന് പഠിച്ചാൽ ഇനി ബാലൻസ് നമ്മൾ നോക്കണ്ട. 36,500 അല്ലേ, അല്ലെങ്കിൽ 26,500 നോക്കണ്ട. ഓക്കെ, നമ്മള് വഴിയൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് ഒരു അക്കൗണ്ടിങ് എൻട്രീസ് ഇതിനകത്ത് പാലിക്കപ്പെടുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ഡിഗ്രിക്കും +2-നും PGക്കും ഒക്കെ പഠിച്ച വല്ല അക്കൗണ്ടിങ് എൻട്രീസ് ഇതിനകത്ത് എഴുതി വരുന്നുണ്ടോ? വല്ല തലവേദനയുണ്ടോ? മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മള് ഒരു സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത സാധനത്തിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു സാധനം കൊടുത്താൽ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞില്ല 8,500 രൂപ സാധനം XYZ ലിമിറ്റഡിന് നമ്മൾ കൊടുത്താൽ XYZ ലിമിറ്റഡ് നമ്മുടെ തോമസ് സാറിന് ഒരു നോട്ട് കൊടുക്കും, ഒരു കടലാസ് കൊടുക്കും. ആ കടലാസിന്റെ പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, തെറ്റരുത്. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലയർ നമുക്ക് തരുന്ന അല്ലെങ്കിൽ തോമസ് സാറിന് തരുന്ന നോട്ടിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. തെറ്റരുതട്ടാ. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് നോട്ട് ഒന്നുകൂടെ പറയൂ. നോട്ട് പ്രോബ്ലം ഉണ്ട്, നെറ്റ് പ്രോബ്ലം. ഓക്കെ, ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ഇന്നു മുതൽ അവൈലബിൾ ആകും. ഇപ്പൊ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എത്തിയിട്ടുണ്ടാവും. യൂട്യൂബില് ശനിയാഴ്ചത്തെ ക്ലാസ് ഉണ്ട്. ഇന്നലത്തെ ക്ലാസ്സിന് നാളെ രാവിലെ അപ്ലോഡർ ആവും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ കഴിയണതിൻ്റെ ഉള്ളിൽ അത് പറയാം. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് നോട്ട്. അതേസമയം ചിലർ പറയും ഡെബിറ്റ് നോട്ട് എന്നൊക്കെ പറയും പല കാര്യത്തിന്. ഇനി പറയാൻ പോണ കാര്യത്തിന്, സെയിൽസിന്റെ കാര്യത്തിന് നമ്മൾ കൊടുക്കുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് അല്ല. ഞാൻ പറയുന്ന അതേ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആള് നമ്മൾ സെയിൽസ് റിട്ടേൺ കൊടുത്തപ്പോ അതിന് തിരിച്ചു തരുന്ന ഒരു നോട്ടിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. അത് അയാളുടെ പുസ്തകത്തിൽ നമ്മുടെ ലെഡ്ജറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സാധനം ക്രെഡിറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഫോർമൽ നോട്ടിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ ഡെബിറ്റ് നോട്ട്? അവിടെ പ്രശ്നം വരും. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാം. അപ്പൊ തോമസ് സാറിന്റെ കേസിൽ തോമസ് സാറ് XYZ പക്കൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതിൽ തർക്കമില്ലല്ലോ.
ആ തോമസ് സാറ് XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് ഒരു 50,000 ചരക്ക് മേടിച്ചിട്ട് 8,500 രൂപയുടെ ചരക്ക് ഡാമേജ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ തിരിച്ചു കൊടുത്തപ്പോ എന്തുണ്ടായേ? ആ 8,500 രൂപയ്ക്ക് ഒരു ക്രെഡിറ്റ് നോട്ട് അവരിങ്ങോട്ട് കൊടുത്തു. അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്ത് സാധനം അവർക്ക് കൊടുക്കുന്നോ അത് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അവരുടെ പുസ്തകത്തിൽ നമ്മുടെ ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന്. അവരുടെ പുസ്തകത്തിൽ, അവരുടെ ലെഡ്ജറിൽ അല്ലാട്ടോ, തെറ്റരുത്. അവരുടെ പുസ്തകത്തിൽ, XYZ പുസ്തകത്തിൽ നമ്മുടെ പേര്, തോമസ് സാറിന്റെ പേരുണ്ടാവും അവിടെ, ഒരു പേരേഡില്, ഒരു പുസ്തകത്തില്, ഒരു ലെഡ്ജറില്. ആ പേരില് എന്ത് ചെയ്യുന്നതാണ്? ക്രെഡിറ്റ് ചെയ്തു എന്ന് നമ്മെ ഇൻഫോം ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ക്രെഡിറ്റ് നോട്ട് ക്ലിയർ ആയല്ലോ? തെറ്റരുതട്ടാ. പർച്ചേസ് ചെയ്താൽ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒന്നാണ് ക്രെഡിറ്റ് നോട്ട്. ഇനിയും ക്രെഡിറ്റ് നോട്ട് തരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ തോമസ് സാർ 1,00,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. സാറിനോട് പറഞ്ഞു 5 ദിവസത്തിന്റെ ഉള്ളിൽ തരികയാണെച്ചെങ്കിൽ നിങ്ങൾ 5% ക്യാഷ് ഡിസ്കൗണ്ട് തരാട്ടോ എന്ന് പറഞ്ഞു. സാറ് അത് വളരെ ആകാംക്ഷയോട് കൂടെ സാറ് ചെയ്തു. എന്തെന്ന്? വേഗം പോയിട്ട് പിറ്റേ ദിവസം ആ ക്യാഷ് കൊടുത്തു. അപ്പൊ 5% എന്ത് കിട്ടണം? ഡിസ്കൗണ്ട് കിട്ടണം. വേണ്ടേ? 1,00,000 രൂപയ്ക്ക് 5% കിട്ടണം. 500 രൂപ തോമസ് സാറിന് കിട്ടണം. അപ്പൊ തോമസ് സാറിന് അവർ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തു വന്നു? തോമസ് സാറിന് ഒരു 500 രൂപയുടെ ക്രെഡിറ്റ് നോട്ട് കൊടുക്കും അവര്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ 500 രൂപ ഞങ്ങൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തോമസ് സാറ് 1,00,000 കൊടുക്കുന്നതിന് പകരം എന്താ കൊടുക്കണ്ടോ? 99,500 രൂപയാണ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ? അതാണ് ക്രെഡിറ്റ് നോട്ട്. അപ്പൊ ക്രെഡിറ്റ് നോട്ട് ഉറച്ചില്ലേ? തെറ്റൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനി ഡെബിറ്റ് നോട്ട്. അവര് ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് റേഞ്ചിന്റെ പ്രോബ്ലം ഇട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ എന്റെ സ്ക്രീനിൽ കാണുന്നവർ തലയാട്ടിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിന് ആതിരയാണ് ഉത്തരവാദിത്തം. ആതിര ആൻഡ് മറ്റാൾ അവർ തലയാട്ടുന്നു, ഞാൻ അവരെ തലയാട്ടിൽ കണ്ടുകൊണ്ട് ഇവിടുന്ന് മറുപടി പറയുന്നു. ഓക്കെ, ശരി. അടുത്തത് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പർച്ചേസ് റിട്ടേൺ ആൻഡ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് ഞാൻ, ക്രെഡിറ്റ് നോട്ട് ഞാൻ പറഞ്ഞു, ഇനി തെറ്റിക്കല്ലേ. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് ആണ്. ഓക്കെ, ഇനി ഡെബിറ്റ് നോട്ട്. നമ്മൾ പർച്ചേസ് ചെയ്തു, XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. അപ്പോ 1,00,000 സാധനം വാങ്ങിച്ചു. തോമസ് സാർ പോയിട്ടില്ല. തോമസ് സാർ പറഞ്ഞു, അതെ ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങ് കൊടുത്തയച്ചേക്കണേ എന്ന് പറഞ്ഞു. ആരോട്? XYZ ലിമിറ്റഡിന്റെ ആളോട്, കൊച്ചിയിലത്തെ ആളോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൊടുത്തയക്കാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു വണ്ടിയില് ഈ സാധനം അങ്ങ് കൊടുത്തയച്ചു. തോമസ് സാറിനെ അവിടെ കൊടുത്ത് ഇറക്കി. തോമസ് സാറിന് ബില്ല് കൊടുത്തു. ഏത് ബില്ല് മാത്രമേ കൊടുത്തുള്ളൂ? 1,00,000 രൂപയുടെ ബില്ല് മാത്രമേ കൊടുത്തുള്ളൂ. വണ്ടിക്കാരൻ പൈസ ഒന്നും വാങ്ങിക്കാതെ പോയി, മടങ്ങിപ്പോയി. XYZ ലിമിറ്റഡ് ചെന്ന് പറഞ്ഞു, അതെ ആ തോമസ് സാറ് കാശൊന്നും തന്നില്ല കേട്ടാ എന്ന് പറഞ്ഞു. അപ്പോ അവരെന്ത് ചെയ്തു? XYZ ലിമിറ്റഡ് ഈ വണ്ടി ഓടിയ വാടകയ്ക്ക് 500 രൂപ കൊടുത്തു. ആർക്ക്? ഈ വണ്ടിക്കാരൻ. ആരാ കൊടുത്തേ? XYZ ലിമിറ്റഡ്. ആർക്ക് വേണ്ടിയാ കൊടുത്തേ? തോമസ് സാറിന് വേണ്ടി. ഓക്കെ, അപ്പോ തോമസ് സാറിന് വേണ്ടി XYZ ലിമിറ്റഡ് എന്ത് കൊടുത്തു? ഒരു ചെലവ് കൊടുത്തു. അത് XYZന്റെ ചെലവല്ല, അത് ആരുടെ ചെലവാ? ശരിക്കല്ലേ? നമ്മൾ സാധനം വാങ്ങിച്ചാൽ എന്താ ആരാ കൊടുക്കുക? നമ്മള് അല്ലേ കൊടുക്കേണ്ടത്? അത് തോമസ് സാർ കൊടുക്കാത്തത് കൊണ്ട് XYZ ലിമിറ്റഡ് കൊടുത്തു. XYZ ലിമിറ്റഡ് ഒരു നോട്ട് തോമസ് സാറിന് അയച്ചു കൊടുത്തു. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ 500 രൂപ ചെലവ് എഴുതിയിരിക്കുന്നു. എന്താ മനസ്സിലായേ? നേരത്തെ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? വരവ് എഴുതിയിരിക്കുന്നു എന്നാ. ഇപ്പൊ പറയുന്നത് എന്താ? 500 രൂപ ചിലവ് എഴുതിയിരിക്കുന്നു. ആ നോട്ടിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, വ്യത്യാസമുണ്ടോ? റൈറ്റ്. അപ്പോ ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഇതാണ് യഥാർത്ഥത്തിലെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും.
ഇനി ഇവിടെ ചോദിക്കുന്ന സംശയം അതിന് മറുപടി ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ലോ. ഇവിടെ ഇവർ പറയുന്ന ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് ടാലിയിലൊക്കെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡെബിറ്റ് നോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് നോട്ട് എന്താ? നമ്മൾ ആർക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് നോട്ട്? നമ്മൾ ആർക്ക് കൊടുക്കുന്നതാണ് ഡെബിറ്റ് നോട്ട്? നേരത്തെ സപ്ലയർ നമുക്ക് തന്നതാണ് ക്രെഡിറ്റ് നോട്ട്, സപ്ലയർ നമുക്ക് തന്നതാണ് എന്ത്? ഡെബിറ്റ് നോട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താകും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും? നമ്മളൊരു സാധനം, ഇപ്പൊ ഞാൻ ഇനി തോമസ് സാറിന്റെ കൺസെപ്റ്റിൽ നിന്നിട്ട് ഞാൻ പറയുന്നത്, തോമസ് സാറ് ഈ സാധനം അങ്ങോട്ട് തിരിച്ചു കൊടുത്തയക്കണമെങ്കിൽ ലോറിയുടെ കൂടെ ഒരു സാധനം കൂടെ കൊടുത്തയക്കണം. അതിന് ഡെബിറ്റ് നോട്ട് എന്നാണ് പറയുക. അത് അക്കൗണ്ടിങ് പർപ്പസിന് മാത്രമാണ്, ടാക്സേഷൻ ലെവലിലല്ല. സെയിൽസ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഡെബിറ്റ് നോട്ടാണ് നമ്മൾ ടാലിയിൽ അടിക്കുക. ഓക്കെ, പർച്ചേസ് റിട്ടേൺ ആണ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ല സോറി, സെയിൽസ് റിട്ടേൺ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് അടിക്കും, പർച്ചേസ് റിട്ടേൺ അടിക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് അടിക്കും. ക്ലിയർ ആയോ? നേരത്തെ പറഞ്ഞതിന്റെ നേരെ അഗെയിൻസ്റ്റ് ഈ പറഞ്ഞത് നിങ്ങൾ മാറ്റി കളഞ്ഞോളണം. ഇപ്പൊ അവസാനം പറഞ്ഞത് അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ടാക്സിന്റെ പർപ്പസിലേക്ക്, ജി എസ് ടിയുടെ പർപ്പസിലേക്കുള്ള സാധനമാണ് ഞാൻ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് മാത്രം പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറഞ്ഞതൊക്കെ മെമ്മറിയിൽ നിന്ന് മാറ്റിക്കോളണം കേട്ടോ. ദെൻ ഇതാണ് ഞാൻ ഏപ്രിൽ മാസത്തിൽ എഴുതാൻ പറഞ്ഞ ആ പുസ്തകത്തിന്റെ സമ്മറി. ഓക്കെ, ഇത് എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലാകാത്തവർ ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. മനസ്സിലാകാത്തവർ മനസ്സിലായി? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ആ ഭാഗം വിടാം. ഇനി നമ്മൾ ഇതെങ്ങനെ ലെഡ്ജർ ചെയ്യുമെന്നുള്ളതാണ് നമ്മളത് പഠിക്കണ്ടേ. നമ്മൾ നേരത്തെ മോഹന്റെയും XYZ ലിമിറ്റഡും ഒക്കെ മനക്കണക്കിലെ കാര്യങ്ങൾ പറഞ്ഞേ. അപ്പൊ അത് കുറെ എൻട്രീസിന്റെ വെച്ച് മനക്കണക്കൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ലെഡ്ജർ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ലെഡ്ജർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ നമ്മൾ ഇതേ കോളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് ലെഡ്ജർ, ഇത് തന്നെയാണ് നമ്മുടെ എന്ത് ലെഡ്ജർ. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മറ്റേ പുസ്തകത്തിൽ ഇപ്പൊ ഞാൻ പറയാം, ഇതാ ഇവിടെ ക്യാപിറ്റൽ 5 ലക്ഷം എന്നാണ് എഴുതിയിട്ടുള്ളത്, ആണല്ലോ. അതിന് സംബോധന ചെയ്തിട്ടുള്ളത് 2 എന്നാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ലെഡ്ജർ എഴുതുന്നത്, ഞാൻ ഇതിന്റെ അടിയിൽ എഴുതാണ് കേട്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഇനി ഇവിടെ എഴുതുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മുടെ ലെഡ്ജറിന്റെ പേര്. ഇതേ വരകൾ തന്നെയാണ് ഇതിനുള്ളത് കേട്ടോ, ദ സെയിം കോളം. അതിൽ നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ 2 ക്യാപിറ്റൽ എന്ന് എഴുതിയത് ഇപ്പുറത്തോട്ട് വരുമ്പോ എന്തായിട്ട് മാറും? ബൈ ക്യാഷ് എന്നായിട്ട് മാറും. ക്യാഷ് ആണ് നമ്മൾ 5 ലക്ഷം കൊടുക്കുന്ന കാരണം കൊണ്ട് ബൈ ക്യാഷ്, സോറി, ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബൈ ക്യാഷ് എന്നെഴുതി, ചെലവ് കോളത്തിൽ എന്തെഴുതും? 5 ലക്ഷം എഴുതും. മനസ്സിലായോ? ക്ലിയർ ഓർ നോട്ട്? അതായത് നമ്മളിവിടെ ക്യാപിറ്റലില് എഴുതി, ഇവിടെ ഡേ ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ നമ്മൾ എഴുതിയ നേരത്തെ പുസ്തകത്തില് നമ്മൾ എഴുതി 2 ക്യാപിറ്റൽ 5 ലക്ഷം എന്നാണ് എഴുതിയത്, വരവ് കോളത്തിലാണ് എഴുതിയത്, ആണല്ലോ. അതുകൊണ്ടാണല്ലോ 2 എന്ന് അഭിസംബോധന ചെയ്തേ. ക്യാപിറ്റൽ അക്കൗണ്ടില് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ലെഡ്ജർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി, ഡേ ബുക്കിന്റെ ഓപ്പോസിറ്റ് എൻട്രി എന്താണോ അത് എഴുതുക. അതാണ് എന്ത്? ക്യാഷ്. അപ്പൊ ക്യാഷ് ബൈ ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ ക്യാപിറ്റൽ എഴുതാൻ പറ്റില്ല, ക്യാപിറ്റൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ക്യാഷ് ആയിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പൊ ബൈ ക്യാഷ് 5 ലക്ഷം ചെലവ് കോളത്തിൽ എഴുതുക, നമ്മുടെ ലെഡ്ജറായി. ഇങ്ങനെ ഓരോന്നിന്റെ ലെഡ്ജർ നിങ്ങൾ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ലെഡ്ജറായി. ടു പർട്ടിക്കുലർ കോളം ഇല്ലേ സാർ? അതൊന്നും വേണ്ട, നമുക്ക് 2 എമൗണ്ട് കോളം. നിങ്ങൾ ഇതേ പുസ്തകത്തിൽ തന്നെയാണ് എഴുതുന്നത്, ഇതുപോലത്തെ ഒരു വേറെ പുസ്തകം കൂടെ വാങ്ങിക്കുക,
എന്നിട്ട് ഇതാണ്ട് എഴുതിയാൽ ആ ലെഡ്ജർ ശരിയായി. അപ്പൊ ആദ്യം ഏത് ലെഡ്ജർ വരിക? ഏത് ലെഡ്ജർ വരിക? ക്യാപിറ്റൽ ലെഡ്ജർ വരും. രണ്ടാമത് വരുന്ന ഏതാ? ഫർണിച്ചറിന്റെ ലെഡ്ജർ വരും. മൂന്നാമത് വരുന്ന ഏതാ? SBI ബാങ്കിന്റെ ലെഡ്ജർ വരും. നാലാമത് വരുന്ന ഏതാ? പർച്ചേസിന്റെ ലെഡ്ജർ വരും. അഞ്ചാമത് വരുന്നത് ട്രാൻസ്പോർട്ടിങ്ങിന്റെ ലെഡ്ജർ. ആറാമത് വരുന്നത് അൺലോഡിംഗ് ചാർജിന്റെ ലെഡ്ജർ. ഏഴാമത് വരുന്നത് ട്രാവലിംഗിന്റെ ലെഡ്ജർ. എട്ടാമത് വരുന്നത് സെയിൽസിന്റെ ലെഡ്ജർ. ഓക്കെ, ഇതാണ് നാളത്തേക്കുള്ള അസൈൻമെന്റ്. ഈ ഏപ്രിൽ മാസം നിങ്ങൾ സ്വന്തമായിട്ട് ലെഡ്ജർ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആതിര, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് കൈ വയ്ക്കാൻ മതി. യെസ് ഓർ നോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. കൊണ്ടുവരാം. ആതിര ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഒന്നും പറയുന്നില്ല. ഓക്കെ, കുറെ പേര് ഓക്കെ പറയുന്നുണ്ട്. റെഡി. അപ്പൊ കൊണ്ടുവരാം എന്ന് തന്നെയാ പറയുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ആതിര. ഞാൻ ഈ സൗണ്ട് ഇല്ലാത്ത കാരണമുണ്ട്. ഞാനിത് എങ്ങനെയാണ് നിങ്ങളെങ്ങനെ പറയണം നോക്കാൻ വേണ്ടിയിട്ടാണ് ചാറ്റിൽ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഏപ്രിൽ മാസത്തെ ലെഡ്ജറിങ് നാളേക്ക് നിങ്ങൾ കൊണ്ടുവരിക. ഇന്ന് നമ്മളിപ്പോ ഏതാണ്ട് 300 ആളിനടുത്ത് ഇപ്പൊ ഇത് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യമുള്ളത്, ലോകമെമ്പാടുമുള്ള മലയാളികളിൽ പലരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹിച്ച് കയറുന്നവരുണ്ട്, നമ്മളെ ഒന്ന് ആസ്വദിക്കാൻ കയറുന്നവരുണ്ട്. എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ പരിപാടിയിലേക്ക്. നമുക്ക് അസൈൻമെന്റ് തന്നാലുള്ളൊരു ഗുണം, നമുക്ക് രണ്ടുണ്ട് കാര്യം എന്ന് പറയില്ലേ. ഒന്ന്, നമുക്കൊരു അസൈൻമെന്റും അറ്റൻഡൻസും ഉണ്ട് വെച്ചെങ്കിൽ ഫിസ്റ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ആകെ ചെലവഴിക്കുന്ന എത്രയാ? 1.5 മണിക്കൂർ വെച്ച് 10 ദിവസം. ഒരു അസൈൻമെന്റ് ചെയ്യാൻ 1/2 മണിക്കൂറും വരും. ഇതാണ് നമ്മൾ ഒരു ദിവസം ചെലവഴിക്കുന്നത്, 2 മണിക്കൂർ. അതില് സർട്ടിഫിക്കറ്റിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള ഒരു പരിശീലനമാണ്. ഒരു തിയറി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഇത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടുന്നില്ല അതിന്റെ പേരിൽ. അപ്പൊ നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ മുതൽ നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ടഡ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഈ സംഭവം മൈക്രോഫോണിന്റെ അവിടെ നിങ്ങൾ തന്നെ അതൊന്ന് ചോപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ അഗ്രീഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. അപ്പൊ ഇത് ലെഡ്ജർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെഡ്ജറിന്റെ മോഡൽ എന്താ ഉള്ളത്? ഇത് ഓരോന്നിനും ലെഡ്ജർ അങ്ങ് ആക്കുക. ഞാൻ പറഞ്ഞില്ല, 8 ലെഡ്ജർ പറഞ്ഞു. പിന്നെ അടുത്തത് XYZ ഒരു ലെഡ്ജർ ഉണ്ടാവും. പിന്നെ അടുത്തൊരു മോഹന്റെ ലെഡ്ജർ ഉണ്ടാവും. പിന്നെ സാലറിയുടെ ലെഡ്ജർ ഉണ്ടാവും. റെന്റിന്റെ ലെഡ്ജർ ഉണ്ടാവും. ഇത്രയും ലെഡ്ജറാണ് ആകെ ഉണ്ടാവുക. 12 13 ലെഡ്ജറാണ് ആകെ ഉള്ളത്. റിട്ടേൺ ലെഡ്ജർ ഒന്നുമില്ലടോ. റിട്ടേൺ ലെഡ്ജറിന്റെ ആവശ്യമേ ഇല്ല. നമ്മൾ റിട്ടേൺ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ലെഡ്ജർ ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് മെയിൽ ഐഡികളൊക്കെ ഷെയർ ചെയ്ത്, ഇന്നലെ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യും ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് എന്നുള്ളത്. മെയിൽ ഐ ഡി ഇല്ലാത്തവര് ദയവായി ഫിസ്റ്റിയുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കറിയാം, അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മെയിൽ ഐ ഡി തരും. നിങ്ങൾ ഏത് ജില്ലയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ജില്ലയുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കിട്ടും. ഇൻവാലിഡ് ആണ് കാണിക്കുന്നത്. ഞാൻ ഫിസ്റ്റിയുടെ ഭാരവാഹികളോട് പറഞ്ഞ് അതിന്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇന്ന് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്വിറ്റ് ചെയ്താലോ? അക്കൗണ്ടിങ് എന്ന കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. നാളെ കൂടെ, യെസ്, നാളെ കൂടെ അയക്കാം. നാളെ കൂടെ അയക്കാം. കൊറിയറിന് ലെഡ്ജർ ഉണ്ട്. ഞാനത് വിട്ടുപോയതാ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ലെഡ്ജറിൽ നമ്മൾ ഈ അക്കൗണ്ടിങ് ടേമിൽ നിന്ന് മാറുകയാണ്. കാരണം നമ്മളൊന്ന് പഠിച്ചു വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ക്വിറ്റ് ചെയ്ത് പോകണം. നമ്മളെല്ലാവരും പഠിക്കണ്ടേ? ഒരു എന്താ പറയാ, ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ ലെഡ്ജർ ചെയ്തിട്ട്, ഇതേ പേപ്പറിന്റെ ലെഡ്ജർ ചെയ്തിട്ട് നാളെ നിങ്ങൾ ക്ലാസ്സിന് മുൻപായിട്ട് കഴിയുന്ന ഒരു 2 മണിയോട് കൂടെ അയക്കുകയാണെന്ന് വെച്ചെങ്കിൽ നാളെ അത് ചെയ്യാൻ പറ്റും. ഞാനിത് 1-2 പേരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിലെ
തെറ്റുകൾ കൂടെ ഒന്ന് രണ്ട് പേരുടെ സംഗതി എനിക്ക് ഫിസ്റ്റിയുടെ മെമ്പേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിലെ തെറ്റുകൾ കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പേര് ഞാൻ പറയുന്നില്ല. ഇതിലെ ഒരു പ്രധാന തെറ്റുള്ളത് ഡെയിലി ബാലൻസ് ചെയ്തിട്ടില്ല. 2, ഈ പർച്ചേസ് എങ്ങനെയാ വരവ് കോളത്തിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പർച്ചേസ് ഇതിൽ എഴുതിയത് വരവ് കോളത്തിലാണ്. അദ്ദേഹം ആ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടിട്ടല്ല ചെയ്തിട്ടുള്ളത്. ടു പർച്ചേസ് ആണ് എഴുതിയിട്ടുള്ളത്. ടു പർച്ചേസ് അല്ലല്ലോ. അങ്ങനെ അതാണ് പ്രധാന തെറ്റുകൾ. മറ്റൊരാൾ ചെയ്തിട്ടുള്ളത് എൻട്രി ഒക്കെ ഒരുവിധം ശരിയായിട്ടുണ്ട്. പക്ഷേ ഇത് എഴുതിയിട്ടില്ല. എന്താ, ടോട്ടൽ ചെയ്ത് അതാത് ദിവസം ബാലൻസ് ചെയ്ത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നും കൂടെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ GST യുടെ പാർട്ടിലേക്ക് പോവാം. GST ഞാനിതിങ്ങനെ ഒരുമിച്ചെടുത്തിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വേവ് ചെയ്ത് പഠിപ്പിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. GST എന്നാലും നമ്മൾ IGST, CGST, SGST, UTGST, KFC ഇതിൻ്റെ ഒക്കെ സംക്ഷിപ്ത രൂപം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്. ഒരു GST രജിസ്ട്രേഷൻ, അതിൻ്റെ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇന്നത്തെ വർക്ക് അയക്കേണ്ടത് ഇതിൽ തന്നെ ഇമെയിൽ ID കൾ തരും, നിങ്ങൾക്ക് ഇന്ന് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടും. അപ്പൊ ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ലയ്ക്ക് കൊടുത്തിട്ടുള്ള മെയിൽ ID അങ്ങ് അയച്ചാൽ മതി. വാട്സപ്പിലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലെ നമ്പർ നിങ്ങൾക്ക് അതിന്റെ സംഭവം തരും. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി. നിങ്ങൾക്ക് തന്ന മെയിൽ ID ക്വസ്റ്റ്യൻ ഇട്ടാലും മതി. ആ ക്വസ്റ്റ്യൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇതാക്കാം. യെസ്, തെറ്റിയവർ വീണ്ടും അയക്കുക. ഇന്നലെ തെറ്റിയ ആളുകൾ വീണ്ടും അയക്കുക. ഒരു പേപ്പറിന്റെ ചെലവല്ലേ ഉള്ളൂ. അത് ശരിയാക്കിയിട്ട് വേണ്ടേ നമുക്കത് ചെയ്യാൻ. അതിനോടൊപ്പം അത് കാണിക്കുന്നുണ്ട്, മെയിൽ ID കൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചാറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇനി നമുക്ക് GST കടക്കാം. GST രജിസ്ട്രേഷൻ ഒരു കൊല്ലം ടോട്ടൽ 40 ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തു വേണ്ടൂ, രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നിർബന്ധമുള്ളൂ. സാധനങ്ങൾ വിൽക്കുന്നത്, സർവീസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം രൂപയാണ് വേണ്ടി വരുന്നത്. അതായത് സർവീസ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം 20 ലക്ഷം രൂപ ഒരു കൊല്ലം ടോട്ടൽ ടേൺ ഓവർ വന്നാൽ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല. ഒരു സാധനങ്ങൾ വിൽക്കുന്ന ആ കൺസേണിൽ വരുമ്പോൾ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകളാണ് വെച്ചെങ്കിൽ 40 ലാഖാണ് ഒരു വർഷത്തെ ടോട്ടൽ ടേൺ ഓവർ. അതായി കഴിഞ്ഞാൽ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുക്കണം. ഈ 2 ടേൺ ഓവറിന് താഴെയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നിർബന്ധമല്ല. രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ GST സൈറ്റിൽ കയറിയിട്ട് ആ സൈറ്റിലെ അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗമുണ്ട്. അതിനകത്ത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് പാൻ കാർഡാണ്. ആരാണോ അപേക്ഷിക്കുന്നത് അയാളുടെ പാൻ കാർഡ് വേണം. 2, അയാളുടെ ആധാർ കാർഡ് വേണം. പിന്നെ സ്ഥാപനത്തിന് വേണ്ടി എടുത്ത റൂമിന്റെ റെന്റ് എഗ്രിമെന്റോ അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്
പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പഞ്ചായത്തോ ഓർ മുനിസിപ്പൽ ലൈസൻസ് അത് നിർബന്ധിതമല്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അത് കൂടാതെ ഒരു ഇമെയിൽ ID വേണം, ഒരു മൊബൈൽ നമ്പർ വേണം. ഇത്രയുമാണ് ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ ആവശ്യമുള്ള സംഭവം. അപ്പൊ പാൻ കാർഡ് നമ്പർ നമുക്കൊന്ന് എഴുതാം. AHXPJ 8045J. ഇത് ഒരാളുടെ പാൻ കാർഡ് ആണെന്ന് കരുതുക. പാൻ കാർഡ് നമ്പറാണ്. കറണ്ട് അക്കൗണ്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ട, പിന്നീട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഇതിലെ 10 അക്കമാണ് പാൻ കാർഡ്. നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 10 അക്കമാണ് പാൻ കാർഡ്. ഇതിൽ 4ാമത്തെ അക്കം P എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ എന്ന് പറയുന്ന സംഭവത്തിനെയാണ്. P എന്ന് പറയുന്നത് പേഴ്സണൽ. ഓക്കെ. അതായത് കമ്പനി ആണെങ്കിൽ C എന്ന് വരും, ഫേം ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ F എന്ന് വരും, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെങ്കിൽ A എന്ന് വരും. അതാണ് ഈ പിയുടെ AHXPJ എന്നുള്ളിടത്ത് P എന്ന് പറയുന്നത് പേഴ്സണൽ, അത് വ്യക്തിപരമായ പാൻ കാർഡ് ആണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? ദെൻ അടുത്തത് J എന്ന് പറയുന്നത് ആ ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ്. ഇവിടെ എൻ്റെ പേര് ജോയ് എന്നാണ്, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഇവിടെ J എന്ന് വന്നത്. ഓക്കെ. അതേസമയം എൻ്റെ പേര് ജോയ് എന്നാണെങ്കിൽ എൻ്റെ പേര് AS എന്നുണ്ട്, അത് A ആണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ എൻ്റെ ഇതിനകത്ത് തെറ്റി എന്നാണ് അർത്ഥം. പലരുടെയും നിങ്ങൾ പാൻ കാർഡ് നോക്കിക്കോളൂ, 4ാമത്തെ അക്ഷരം കഴിഞ്ഞ് പിന്നെ വരുന്ന 5ാമത്തെ അക്ഷരം പലരുടെയും തെറ്റ് കാണാം. നമ്മുടെ ലാസ്റ്റ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ഈ 5ാമതായിട്ട് വരേണ്ടത്. പിന്നെ വരുന്നതൊക്കെ ആസ് യൂഷ്വൽ പാൻ കാർഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പിയും 4ാമത്തെ അക്ഷരവും 5ാമത്തെ അക്ഷരവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പാൻ കാർഡിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാം. അപ്പൊ പിക്ക് പകരം C വന്നാൽ അത് കമ്പനിയാണ്, F വന്നാൽ ഫേം ആണ്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, A വന്നു കഴിഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അതേസമയം നിങ്ങളിത് അപേക്ഷിച്ച് കഴിഞ്ഞ് യെസ് അതവിടെ എഴുതുന്നു, അവിടെ വന്നിട്ടുണ്ട് എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ GSTക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവര് GST ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ഷൻ നടത്തും. ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവര് GST നമ്പർ അലോക്കേറ്റ് ചെയ്യും. ആ GST നമ്പർ എന്ന് പറയുന്നത് ഞാനാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾക്കാണെങ്കിൽ 32 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൂടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാൻ കാർഡ് നമ്പറാണ്. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ഒന്നുകൂടി എഴുതാം. 32 AHXPJ 8045J. ഈ 10 അക്ഷരം പാൻ കാർഡ്, ഇത് 32 എന്ന് കേരളത്തിന്റെ. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പാൻ കാർഡ് നമ്പർ കഴിഞ്ഞാൽ 1 എന്നാണ് എനിക്ക് കാണുന്നതെങ്കിൽ എനിക്ക് കേരളത്തിൽ ഒരു സംസ്ഥാനത്തിൽ ഉള്ള രജിസ്ട്രേഷന്റെ എണ്ണമാണ് ഈ കാണിക്കുന്നത്. ചില GST നമ്പറുകളിൽ 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോ കേരളത്തിൽ 2 ആണ് അയാൾക്കുള്ള രജിസ്ട്രേഷൻ. അപ്പൊ എനിക്ക് ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ടാകുള്ളൂ, അപ്പൊ അതുകൊണ്ട് 1 എന്ന് എഴുതി. അത് കഴിഞ്ഞാൽ പിന്നെ Z എന്ന് എഴുതും. Z എല്ലാ GST നമ്പറുകളിലും വരുന്നതാണ്. പിന്നെ അവസാനത്തെ വീണ്ടും ഒരു T-നോ V-നോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഒരു സംഭവം വരുമ്പോ അതാണ് അതിന്റെ ഡിഫോൾട്ട് വാല്യൂ. ഓക്കെ. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന GST നമ്പറിന്റെ കാര്യങ്ങൾ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ 9 മണി എന്ന് പറയുന്ന സമയം സീരിയലുകളുടെ ഒരു ഭയങ്കര സമയമാണ്. അപ്പോ പല ആളുകളും ഞാനിത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പിൽ വന്നു, സാറേ 9 മണിയാവുമ്പോ നിർത്തിക്കൊള്ളണേ, അതെന്താ? സീരിയലാണ്. നമുക്കൊക്കെ കരയാനും ചിരിക്കാനുമുള്ള ഒരു വേദിയാണ്. ഞാനത് അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. കാണാറില്ല, ഓക്കെ ഗുഡ്. ഞാൻ കാണണ്ടായെന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലക്ഷ്യം എന്താണോ അതാണ് ഇതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് 9 മണിക്ക് ഏതാണ്ട് 30 പേരെ എണ്ണം കുറഞ്ഞു. അത് എന്നോട് പിസ്റ്റിയുടെ ആളുകൾ പറഞ്ഞത് 9 മണിയാകുമ്പോൾ സാറേ എണ്ണം കുറയും, അത് ഈ
സീരിയൽ കാണുന്ന ആളുകളാണെന്നാണ്. ഓക്കെ, കാണാത്തത് കാണുന്നത് സുന്ദരം, കാണാത്തത് അതിസുന്ദരം എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് GST നമ്പറിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. എന്തൊക്കെ തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്? റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്, കോമ്പോസിഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, കാഷ്വൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, എന്തായി റെഗുലർ രജിസ്ട്രേഷൻ? എല്ലാവരും ചോദിക്കും. ഇപ്പൊ ഞാനൊക്കെ ചേരിക്കുന്ന ചിലർ വന്ന് ചോദിക്കും, ഒരു രജിസ്ട്രേഷൻ എടുക്കണം, എന്താ ചെയ്യേണ്ടത്? GST നമ്പർ ഒന്നുകൂടെ പറയണം. ആദ്യത്തെ 2 ഡിജിറ്റ് 32 എന്നാണ് കാണുന്നതെങ്കിൽ അത് കേരളത്തിന്റെ നമ്പറാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അമ്മാർ ഈ 27, 20, 17 എന്നൊക്കെ അതിനകത്ത് കാണാം. അതാത് സ്റ്റേറ്റിൻ്റെതാണ്. ദെൻ അടുത്ത് കഴിഞ്ഞ് വരുന്ന 10 അക്കം ആരുടെ പാൻ കാർഡാണ് യൂസ് ചെയ്തത് ആ പാൻ കാർഡ് നമ്പറാണ്. പിന്നെ 1 എന്നാണ് വരിക, അല്ലെങ്കിൽ 2 എന്നാണ് വരിക, അല്ലെങ്കിൽ 3 എന്നാണ് വരിക. അത് ആ പാൻ കാർഡിന് ഓരോ സ്റ്റേറ്റിലുമുള്ള രജിസ്ട്രേഷൻ ആണ്, സ്റ്റേറ്റിനകത്തുള്ളത് രജിസ്ട്രേഷൻ ആണ് അതിനകത്ത് പറയുന്നത്. പിന്നെ Z എന്ന് പറയുന്നത് അതിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്നൊക്കെയാണ് പറയുക. അപ്പൊ അതുകൊണ്ട് അത് ഡിഫോൾട്ട് വാല്യൂ ആണ്. പിന്നീടുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലെ ചെക്ക് സം നമ്പർ എന്നാണ് പറയാ, ആ അവസാനത്തെ കാണിക്കുന്ന ഡിജിറ്റിന്. അങ്ങനെ 15 നമ്പറാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നോട്ട് തരുന്നതിന് പകരം റെക്കോർഡ് വെർഷൻ തരുന്നുണ്ട്, അപ്പൊ നോട്ടായി. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻസ് എടുക്കുന്നത് 3 തരത്തിലാണ്. റെഗുലർ രജിസ്ട്രേഷൻ. എന്താ റെഗുലർ രജിസ്ട്രേഷൻ? ഈ റെഗുലറുകാരുടെ പ്രത്യേകത, അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും. മീൻസ് അവർക്ക് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റും, ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റും. ഇതാണ് റെഗുലറുകാരുടെ പ്രത്യേകത. അടുത്തത് കോമ്പോസിഷൻകാരുടെ പ്രത്യേകത, ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല, പകരം അവർക്ക് അങ്ങനെ ഒരു സാധനമാണ് കൊടുക്കുക. എന്താ പറയാൻ പറ്റുമോ? ഞാൻ എഴുതിയ എന്താന്നുള്ളത്? കോമ്പോസിഷൻകാർക്ക് എഴുതാൻ കൊടുക്കാൻ പറ്റുന്ന ബില്ലിന്റെ പേര്. റെഗുലറുകാർക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുക്കാം, അതിനകത്ത് ടാക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ബില്ല് റെഗുലർ രജിസ്ട്രേഷൻ എടുക്കുന്നവർക്ക് കൊടുക്കാം. മറ്റെന്താ വരിക? കോമ്പോസിഷൻകാർക്ക് ബിൽ ഓഫ് സപ്ലൈ, അവരതിലെ ടാക്സ് മെൻഷൻ ചെയ്യാൻ പാടില്ല. ഇവരുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപ വരെയാണ്. 1.5 crore വരെയുള്ളവർക്കാണ് കോമ്പോസിഷൻ ഡീലറായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ദെൻ കാഷ്വൽ ട്രേഡർ ആരാണ്? കാഷ്വൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ എക്സിബിഷനുകളൊക്കെ, അതിനകത്ത് ഉള്ള സ്റ്റാളുകളൊക്കെ ചിലര് സീസൺ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അതിനകത്ത്. പല സ്റ്റാളുകളും റെഗുലർ ബിസിനസിന്റെ എക്സ്റ്റെൻഡഡ് സ്റ്റാളുകളായിരിക്കും അത്. അതേസമയം ചിലര് ഓരോ സ്ഥലത്ത് ഇങ്ങനെ സീസണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ അതിനകത്ത് ഉണ്ടാവുക. അത്തരം ആളുകൾ കാഷ്വൽ ട്രേഡേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 3 മാസം, 6 മാസം, ചിലപ്പോൾ 2 മാസം അങ്ങനെയൊക്കെയാണ് ഓരോ പ്രദേശത്ത് കച്ചവടം ചെയ്യുന്നത്. കാഷ്വൽ സീസണൽ ബിസിനസ്മാൻ ആണ് അവർ. അപ്പൊ അവർക്കാണ് കാഷ്വൽ ആയിട്ട് കൊടുക്കുക. ഇത് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, കാഷ്വൽ ആയിട്ട് എടുക്കണമെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റ്, സെക്യൂരിറ്റി മുതലായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഈ 2 കാര്യത്തിന്, റെഗുലറും കോമ്പോസിഷനും എടുക്കുന്നതിന് ഇപ്പോൾ GST ഡിപ്പാർട്ട്മെന്റിന് യാതൊരു ലൈസൻസ് ഫീയോ രജിസ്ട്രേഷൻ ഫീസോ സെക്യൂരിറ്റി ഫീസോ ഒന്നുമില്ല. ഓക്കെ, എന്താ പറയണമെന്ന് പറഞ്ഞല്ലോ. സൗണ്ട് പോയി എന്നുള്ളത് നിങ്ങളുടെ ലെഫ്റ്റ് കോർണറിലെ ആ ഒരു സംഭവത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ സൗണ്ട് ക്ലിയർ ആണ്. ആർക്കെങ്കിലും വേറെ സൗണ്ട് പ്രോബ്ലം ഉണ്ടോ പാനൽ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ്. രജിസ്ട്രേഷൻ എടുക്കേണ്ട ആള്. കാഷ്വൽ ട്രേഡർ മീൻസ് അവര് സീസണൽ കച്ചവടക്കാരാണ്. അപ്പോൾ സീസണൽ കച്ചവടക്കാരായതുകൊണ്ട് തന്നെ അവര് എപ്പോൾ കച്ചവടം നിർത്തും, അത് എന്തൊക്കെയായിട്ട് പോകുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് വളരെ സെക്യൂർഡ് ആയിട്ടാണ് കാഷ്വൽ ട്രേഡേഴ്സിന് GST നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാഷ്വൽ ട്രേഡർ എന്ന് സെപ്പറേറ്റ് വന്നത്. കോമ്പോസിഷൻ എന്ന് വെച്ചാൽ 1.5 crore ആണ്
കോമ്പോസിഷൻകാരുടെ ലിമിറ്റ്, അതുവരെ മാത്രമേ കോമ്പോസിഷൻകാർക്ക് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുന്നുള്ളൂ. അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ അനുമതിയില്ല. റെഗുലർകാർക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ എടുക്കാം. റെഗുലർ എത്ര രജിസ്ട്രേഷൻ എത്ര അങ്ങനെയൊന്നുമില്ല. 40 ലക്ഷത്തിന് മേലെ കടന്നു കഴിഞ്ഞാൽ ഏതാളുകളായാലും ഇത് മാൻഡേറ്ററി ആണ്, രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. 40 ലക്ഷം ഗുഡ്സ് വിൽക്കുന്നവരാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പെർ ഇയർ ആണ്, പെർ ഇയർ ആണ് ഈ പറഞ്ഞ എല്ലാം. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 40 ലക്ഷം രൂപ ടോട്ടൽ ടേൺ ഓവർ എന്ന്. അപ്പൊ ടോട്ടൽ ടേൺ ഓവർ എന്താന്ന് പഠിക്കണം. ടോട്ടൽ ടേൺ ഓവർ എന്താ? ടോട്ടൽ ടേൺ ഓവർ ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയാം, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇപ്പൊ വന്ന ചോദ്യത്തിന് ടോട്ടൽ ടേൺ ഓവർ എന്താ? നമ്മുടെ സ്ഥാപനത്തിൽ 0% സെയിൽ ഉണ്ടാവും, പ്ലസ് 1% സെയിൽ ഉണ്ടാവാം, 3% ഉണ്ടാവാം, 12% ഉണ്ടാവാം, 28% ഉണ്ടാവാം, പ്ലസ് 18% ഉണ്ടാവാം. ഇത്രയും സെയിലുകളെല്ലാം ഉണ്ടാവാം. 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാത്ത കേസ്. അങ്ങനെ ടോട്ടലായിട്ട് ഒരു വർഷം എത്ര ചെയ്തു അതിനെയാണ് ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോ ഈ രജിസ്ട്രേഷൻ എടുക്കുന്നതിന്റെ പരിധി 40 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തുകയും ഇതിന് ടാക്സിന്റെ ഉൾപ്പെട്ട തുകയും കൂടെ ചേർന്നതാണ് 40 lakh. ഒരു വർഷത്തിലെ 12 മാസത്തിലെ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉള്ള 12 മാസത്തിലെ ടോട്ടൽ ടേൺ ഓവർ, നമ്മുടെ ഒരു വർഷത്തെ ടോട്ടൽ ടേൺ ഓവർ. അപ്പൊ അതിൽ ടാക്സ് ഉൾപ്പെടുവോ ചിലർ ചോദിക്കും. ടാക്സ് ഉൾപ്പെടെ, അതാണ് ടോട്ടൽ ടേൺ ഓവർ. എവിടെയൊക്കെ നിങ്ങൾ ടോട്ടൽ ടേൺ ഓവർ എന്ന് കേട്ടുവോ ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. ഓക്കെ, തെറ്റിക്കരുത്. ഇനി ഒരു ടാക്സബിൾ ടേൺ ഓവർ ഉണ്ട്. ടാക്സബിൾ ടേൺ ഓവർ എന്താ? ടാക്സബിൾ ടേൺ ഓവർ ഈ 0% എന്ന് പറയുന്നത് ടാക്സ് ഇല്ലാത്ത ഐറ്റാണ്. അപ്പൊ അതിന് ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറയില്ല. മനസ്സിലായല്ലോ? അതേസമയം 1% ടാക്സബിൾ ടേൺ ഓവറിൽ പെട്ടതാണ്. അത് വെച്ചാൽ ഒരു 10,000 ഉൾപ്പെടെ 1% ഉണ്ട്. അപ്പൊ അത് ടാക്സബിൾ ടേൺ ഓവർ 10,000 ഉറുപ്പ്യ പ്ലസ്, അത് സെപ്പറേറ്റ് നമുക്ക് പറയാം ഓരോന്നിന്റെയും. ഏതിന്റെ ഒന്നുകൂടെ പറയാൻ ആവശ്യപ്പെടുന്നത് ടോട്ടൽ ടേൺ ഓവർ. ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു കൊല്ലം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉണ്ടായിട്ടുള്ള എല്ലാ സെയിലുകളെയും ചേർത്ത്, ഇൻക്ലൂഡിങ് ടാക്സ് ഉൾപ്പെടെ ചേർത്തിട്ടുള്ളതിനെയാണ് ടോട്ടൽ ടേൺ ഓവർ. ടാക്സ് ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് ടാക്സ്, ടാക്സ് ഇല്ലാതെയല്ല. ഓക്കെ, ഇൻക്ലൂഡിങ് ടാക്സ്. ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 10,000 പ്ലസ് ടാക്സ്. അപ്പൊ ടാക്സ് ഇല്ലാത്ത ഫിഗറിനെയാണ് ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലാത്ത ഫിഗറിനെയാണ് ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ടാക്സ് ഇല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ 1%ന് 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പ്ലസ് 1% ആണ്. അപ്പൊ 10,000-ന് പറയുന്ന പേരാണ് ടാക്സബിൾ ടേൺ ഓവർ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് GSTയുടെ കുറച്ച് ടേമുകൾ നമ്മൾ പഠിക്കുന്നത്. ഇന്നലെ പഠിച്ചു മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, പിന്നെന്താ പഠിച്ചേ? IGST, CGST, ഇവിടെ UTGST, SGST, KFC, ഇത്തിരി സാധനങ്ങൾ പഠിച്ചു. ഇതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കൾ ഒരുമിച്ച് ഒരു ബണ്ടിലാക്കി കൊടുക്കുമ്പോ ഏതാണോ ഹയർ റേറ്റ് അതാണ് മിക്സഡ് സപ്ലൈ. ഓക്കെ, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹയർ റേറ്റ്, ഇത് പ്രിൻസിപ്പൽ ഗുഡ്സ്. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഗുഡ്സ് ഏതാണോ അതാണ് എന്ത്? കോമ്പോസിറ്റ് സപ്ലൈ. ക്ലിയർ? UTGST ഇന്നലെ പറഞ്ഞല്ലോ, യൂണിയൻ ടെറിട്ടറി
GST, IGST, Integrated GST, CGST, SGST, Central GST, State GST, KFC, കേരള ഫ്ലഡ് സെസ്. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റ് അത് ഈ CGST, SGST ഉൾപ്പെടെ ഇൻട്രാസ്റ്റേറ്റ് എന്നാണ് പറയുക. IGSTനെ ഇന്റർസ്റ്റേറ്റ് എന്നാണ് പറയുക. അത് UTGSTനൊക്കെ പറയാ, ഇന്റർസ്റ്റേറ്റ് എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ഇനി ഞാൻ എവിടേക്കാ പോണ്ടത്? അത് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിർത്തിയാലോ? അത് നമുക്ക് മന്ത്രിക്ക് നിവേദനം കൊടുക്കാം. അതൊക്കെ ഇതിലാക്കാമെന്ന് പറഞ്ഞിട്ട് നീതി ആയോഗം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറയാം, ഒരു ശുപാർശ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതൊന്നുകൂടി ഓർക്കുകയാണ്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കുറെ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അത് നിങ്ങൾ പോയിട്ട് ഇന്നും നാളെയും കൂടെ നിങ്ങൾ അത് ഒന്നും കൂടെ ചെയ്യുക. എന്നിട്ട് അത് ഗ്രൂപ്പിലേക്ക്, നമ്മുടെ അതാത് വാട്സപ്പ്, അതാത് ഇമെയിലിലേക്ക് ഷെയർ ചെയ്യുക. ഇമെയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആകും, അത് കൊടുക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്, ശനിയാഴ്ചത്തെ ക്ലാസ്, ഓരോ ക്ലാസ്സുകളും ഇനി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. യൂട്യൂബിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ യൂട്യൂബ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് എല്ലാ യൂട്യൂബർമാരും പറയുന്നത് പോലെ ഞാൻ യൂട്യൂബറായി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.